ഗുളികൻ പണിക്കരെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ജാതകം നോക്കി അച്ഛനെ ഉപദേശിച്ചിരിക്കാം. അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കാൻ ഈ കുമാരേട്ടനേ ഉള്ളൂ. അതിനായി കുതന്ത്രം. മുട്ടയുടെ കാശ് പോവോ ചേച്ചി? ചുമടല്ലേ? ബാക്കിലേക്ക് കിട്ടോ? ഓടണോ? വേണ്ട. 1 2 3 4 വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. രാവിലെ ജോഗിന് ഇറങ്ങിയപ്പോ ജസ്റ്റ് വഴി പാസ് ചെയ്താ. നിങ്ങളെവിടെ? ഞങ്ങളും ജോഗ് ചെയ്ത് അറിയാതെ ഈ വഴിയായിപ്പോയി. ഓക്കെ ഓക്കെ. ഇങ്ങേർക്ക് ഇങ്ങനൊരു അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ. നാട്ടുകാർ ഇടി മേടിച്ചവരൊന്നും ഉറപ്പാ. എന്റെ വീടിന് ഒലിപ്പിച്ച് കിടക്കുന്നത്. ഓ, ഈ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങിയോ? ഇല്ലടി, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നേര് പറയടി, ആരാടി നിന്നെ കാണാൻ കൊച്ചുവെളുപ്പം കാലത്ത് പതുങ്ങി വന്നത്? അതോ രാത്രി നീ ഇവിടെ കിടത്തി ഒളിപ്പിച്ചവനോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഓ, ഞാൻ പറയുന്നതിനെ കുഴപ്പമുള്ളൂ. നിനക്ക് കഴിഞ്ഞാടി നടക്കാം. ഞാൻ വിറ്റയപ്പോ നീ ആ ജോത്സ്യം പണിക്കരോട് ശൃംഗരിക്കാൻ പോയില്ലടി ശീലാവതി. ഓ, എന്റെ മനുഷ്യ, ഈ കുട്ടികളെ ഓർത്തെങ്കിലും ഒന്നും ഈ മിണ്ടാണ്ടിരിക്കും. പിള്ളേരെ ഓർത്താണ് ഞാൻ നിന്നെ നിലത്തിട്ട് ചവിട്ടി അരക്കാത്ത ആസത്തെ. ആ, പണിക്കരെ കാണാൻ പോയത് സത്യ. അതെ, നിങ്ങളുടെ തലവര നേരെ ഒന്ന് പ്രശ്നം വെപ്പിക്കാൻ. എന്റെ തൊലവര നിന്റെ നേരെ. വീട്ടിൽ അടയ്ക്ക. അത് തന്നെ കൂടാത്തണം. മനസ്സിലായി. എന്റെ തല പൊട്ടി തെറിപ്പിച്ച് നിനക്കും ആ പുളുന്താൻ പണിക്കർക്കും കൂടി ഇവിടെ സുഖമായി കഴിയാൻ അവൻ ചെയ്ത കൂടോത്രമല്ലേടി ഇത്? അയ്യോ, പോട്ടെ. ഉടുത്തൊരുങ്ങി ദേവാണ് ബാഗം തൂക്കി മഹിളാ രത്നം. എവക്കൊണ്ടടി രഹസ്യക്കാരും അല്ലത് നിന്റെ ബാക്കി വിത്തല്ലേ? മനുഷ്യ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അവളെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഓ, അനിയത്തെ പറഞ്ഞപ്പോ അവക്കൊക്കെ കൊണ്ടു. രാവിലെ പിന്നെ അവള് തെണ്ട ഇറങ്ങുന്നത് എന്തിനാടി? ഓ, നിങ്ങളുടെ നാക്ക് പുഴുത്തു പോയി. അവള് തെണ്ടാൻ ഇറങ്ങണോണ്ടാ ഞാനും എന്റെ പിള്ളേരും പട്ടിണി കൂടാണ്ട് ഇവിടെ കഴിയണത്. ഒരു സർക്കാർ ജോലിക്കാരൻ കുടിച്ച് കൂത്താടിയുള്ള ജോലിയും കളഞ്ഞ് കാശിന് ഗുണമില്ലാണ്ടായി. അതും പോരാ ബോധമില്ലാണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ എന്ത് ചെയ്യടി? മൂക്കി കയറ്റിക്കളയോ? എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഞാൻ കുടിക്കും, പെടുക്കും. നീ ആരടി ചോദിക്കാൻ? ഓ, സത്യം പറയടി, നീ കൂടെ ചേർന്ന് നടത്തിയ കൂടോത്രം അല്ലേടി ഇത്? ഇന്നത്തോടെ അവന്റെ കവടി നിരത്തിയാ നിർത്തും. വ്യാഴം മറിഞ്ഞിരിക്കാണ്. രോഗപ്രശ്ന. സമയം സൂക്ഷിക്കണം. കുംഭരാശിയാ. ഇവരാ പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന എന്റെ കണ്ടകശനി ഞാൻ കാണിച്ചനോട്. എന്താ കുമാരേട്ടത്? കോഴിമുട്ടെ കൂടോത്രം ചെയ്യല്ലടോ. ഭഗവതി, എനിക്ക് അങ്ങനെ ഒരു വക അറിയില്ല. നന്നായിട്ട് വരയ്ക്കും അല്ലേ? എനിക്ക് വരയ്ക്കാനും അറിയില്ല. ചെയ്തതും പറഞ്ഞു നുണയും പറയുന്നോ? ഒരു മുട്ട കൊണ്ടൊന്നും തിരക്കുന്ന തലയല്ലടോ ഈ കുമാരൻ്റെത്. ഉപ്പേ
അയ്യോ ഇതുപോലൊരെണ്ണം ഉണ്ടായിട്ടു. പെൺപിള്ള, ഈ ജോത്സ്യർ എന്നത് അടക്കി നിർത്തിക്കോണം. പേരിലൊരു കൃഷ്ണൻ ഉണ്ടെന്ന് കരുതി 16,000 കെട്ടാനാണ് പൂതിയെങ്കിൽ ഇവന്റെ കവടി ഞാൻ ആ കണ്ടത് നന്നായി. ഞാൻ ആഫീസിൽ പറഞ്ഞിട്ടിരിക്കായിരുന്നു, കുട്ടിക്ക് മണിയാടുണ്ട്. പിന്നെ 2-3 ആഴ്ച മുമ്പ് അയച്ചതാ, പഴയ അഡ്രസ്സിൽ തന്നെ. പതിവ് പോലെ അവിടുന്ന് റീഡയറക്ട് ചെയ്തിരിക്കുക. വേണ്ടാന്ന് പറഞ്ഞ് മടക്കാന്ന് വെച്ചാ അയക്കുന്ന ആളിന്റെ അഡ്രസ്സും അറിയില്ലല്ലോ. ഔദാര്യം കൊണ്ടാണെന്ന് കരുതണ്ട, അവകാശപ്പെട്ടതാണെന്ന് കരുതി ഒപ്പിട്ടുള്ളൂ. അഡ്രസ്സിന് പകരം പഴയ പല്ലവി തന്നെ. ഗോഡ് ബ്ലസ് യു. വരട്ടെ. ശരി. ഹലോ, ഒന്ന് നിന്നേ. എന്താ? അപ്പൊ പട്ടാളക്കാരെ കുറിച്ച് മൊയ്തു പിലാക്കണ്ടി പറഞ്ഞ നേരാണല്ലേ? എന്ത്? സ്ത്രീലമ്പടന്മാരാണെന്ന്. അയ്യോ അല്ല. പിന്നെ പെണ്ണുങ്ങൾ ഡ്രസ് മാറുന്ന ഒളിഞ്ഞു നോക്കിയതോ? അയ്യേ, ഒളിഞ്ഞു നോക്കിയേ? ഞാനോ? കുട്ടിക്ക് ആള് തെറ്റിയതാവും. പച്ച ഫുൾ സ്ലീവ് ടീഷർട്ട്, കറുത്ത ജീൻസ്. എന്നിട്ട് ഞാൻ നിലവിളിച്ചപ്പോ മതിൽ ചാടി ക്യാമ്പിലേക്ക് ഓടി. ഇനി കൂടുതൽ തെളിവ് വേണോ? സത്യമായിട്ട് ഞാൻ കുട്ടി ഡ്രസ്സ് മാറുന്നത് നോക്കിയതല്ല. പാട്ട് കേട്ടപ്പോ കുട്ടി ആരാന്നറിയാൻ, പാടുന്ന ആരാന്നറിയാൻ വേണ്ടി നോക്കിയതാ, അല്ലാതെ. ആ മതി മതി, നോണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. അയ്യോ, കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കുക? സത്യമായിട്ടും പാട്ട് നന്നായിരുന്നു. പാടുന്ന ആരാന്ന് അറിയാനുള്ള ആകാംക്ഷയോട് നോക്കിപ്പോയതാ. ഞാൻ നുണ പറയില്ല. യുനോ ഐ എം എ മേജർ. അതെന്താ മേജർമാർക്ക് നോണ പറഞ്ഞൂടെ? ശരി ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷേ പകരം എനിക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തായിരുന്നു. അയ്യോ, ഞാനിവിടുത്തെ ആർ ഡി ഏജന്റാ. കുട്ടി, അതിന് എനിക്ക് ഇവിടെ അധികം പരിചയക്കാരൊന്നും ആയിട്ടില്ല. പുറമേന്ന് വേണ്ട, ക്യാമ്പിലെ മുഴുവൻ പട്ടാളക്കാരും ചേർത്ത് തന്നാ മതി. നോക്കൂ കുട്ടി, ഞാൻ അവരുമായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. ഓഹോ. ഞാനും മാധവട്ടനും മെന്നിയും മാത്രമേ ആർമിയിൽ നിന്ന് നേരിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് CRPF മറ്റ് ഫോഴ്സിൽ നിന്നൊക്കെ ഡെപ്യൂട്ടേഷനിൽ വന്നവരാ. മാത്രമല്ല, ഞാൻ അവരുടെ കമാൻഡന്റ് അല്ലേ. ഞാൻ എങ്ങനെയാ അവരോട്? സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഓക്കെ. സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് എല്ലാവരോടും പറയേണ്ടി വരുമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടി ഒരു സഹായം ചോദിച്ചാ സന്തോഷമുള്ളൂ. ഒരു കാര്യം ചെയ്യ്, സൗകര്യം പോലെ ക്യാമ്പിലേക്ക് വന്നോളൂ. പിന്നെ മുഴുവൻ പേരെയും ചേർക്കാൻ പറയരുത്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു 4-5 പേരെ അവിടെ ഉള്ളൂ, അവരെ ചേർക്കാം. അപ്പൊ ശരി, ഓക്കെ, ശുക്രിയ. Hey, go fast. Come on, go. Hey, jaldi yaar. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ. അല്ലാണ്ട് എന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളം ഉണ്ടേനും. അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ലക്ഷ്മിക്ക് പുല്ല് തിന്നാൻ ഒരു മടി, ദഹനക്കേട് ഉണ്ട് തോന്നുന്നു. കറവ കഴിഞ്ഞ എവിടെ കിടന്ന് കറങ്ങരുത് പറഞ്ഞിട്ടില്ല എന്നോട്? ഓ, അതന്നെ ഞാനും ആലോചിക്കണം. സാബ് അന്വേഷിക്കണ്ടേ? പോയിക്കോളൂ, ഞാൻ വന്നോളാം. മേ കമിൻ സാർ? യെസ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ രാജസ്ഥാൻ ക്യാമ്പിലായിരുന്നപ്പോൾ അവിടെ ഒരു വറീതേട്ടനുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരൻ, കേണലിന്റെ ഓർഡറിലായിട്ട്. നമ്മുടെ മാധവേട്ടനെ പോലെ. മാധവേട്ടന് പിന്നെ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാന്ന് വെക്കാം. വറീതേട്ടന്റെ സ്ഥിതി അതല്ല. വളരെ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ ചെയ്യുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു. 6 കുട്ടികളും ഉണ്ട്. പക്ഷെ ആ വിചാരം വല്ല മൂപ്പർക്കുണ്ടോ? കിട്ടുന്നത് മുഴുവൻ കുടിച്ചു നോക്കും. മനുഷ്യന്റെ കാര്യം ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. ഒരു ദിവസം കുളിമുറിയിൽ കാല് തെറ്റി ഒറ്റ വീഴ്ച, നടുവിനായിരുന്നു ഇഞ്ചുറി. പെട്ടെന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നു. പാവം വറീതേട്ടൻ ആ കിടപ്പ് കുറെ കാലം കിടന്നു, മറ്റും മരിച്ചു. പിരിയുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വിട്ടാൽ മാത്രമേ തികഞ്ഞുള്ളൂ. പട്ടിണിയും പരിവട്ടായിട്ട് ആ ഭാര്യയും മക്കളും വർഷങ്ങളായിട്ട് കഴിയുന്നേ. ഞാനിപ്പോ ഇതോടെ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? കുളിക്കാൻ പോകുമ്പോ വീഴാതെ സൂക്ഷിക്കണമെന്നല്ലേ സാർ? കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണമെന്നല്ലേ സാർ? ഷട്ട് അപ്പ് ബ്ലഡി ഫൂൾ. നമ്മളിങ്ങനെ നാടും വീടും വിട്ട് അലയുന്നവരാ. ചെറുപ്പത്തിന്റെ ആവേശത്തിൽ പട്ടാളക്കാർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ. കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിച്ച് ചെലവാക്കും. ഇനി അത് പാടില്ല. അല്പസ്വല്പം സമ്പാദ്യശീലങ്ങളൊക്കെ ആകാം പട്ടാളക്കാർക്ക്. ആ കുട്ടി പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ചേർക്കാന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ആദ്യ ഏജന്റ് അത്രേ. ചെറിയഭിഷേകം നടത്തുന്ന ആ വൃത്തികെട്ടവന്റെ വീട്ടിലെ കുട്ടിയല്ലേ സാർ? ചേച്ചേ, അയാൾ അത്രക്കാരനാണെങ്കിലും ആ കുട്ടി പാവാ. ഞാൻ ഇന്നലെ പോസ്റ്റ് ഓഫീസ് വെച്ചാ കണ്ടത്. അയാൾ പറഞ്ഞ അസഭ്യങ്ങൾക്കൊക്കെ ആ കുട്ടി എന്നോട് ഒരുപാട് മാപ്പി ചോദിക്കുകയും ചെയ്തു.
പിന്നെ ഡെപ്പോസിറ്റ് പിടിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്താ ഇവര് 3 പേരും ചേരും സാർ. താനും ചേരണം. നിങ്ങളെല്ലാം കണ്ടോണ്ടാ ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തത്. സമ്പാദ്യശീലം അത്ര മോശം കാര്യമൊന്നുമല്ലോ. ഞാൻ ആ കുട്ടിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വരും. പൊക്കോളൂ. എന്റെ കാശൊന്നുമില്ല. ഇങ്ങേർക്ക് അസുഖം മറ്റു തന്നെയാണ്. എന്തോന്ന്? പ്രേമം. കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ പ്രണയം പൊടിഞ്ഞു തുടങ്ങി. ഒന്ന് പോടാറുണ്ട്. നിനക്കറിയില്ല പട്ടാഭി സാറിനെ. നല്ല ആപ്പിള് പോലത്തെ കാശ്മീരി പിള്ളേർ എത്ര പുറകെ നടന്നറിയോ അങ്ങനെ ഒന്ന് വീഴ്ത്താൻ. എന്നിട്ട് വീഴാത്ത ആളെ ഈ കുഗ്രാമത്തിലെ പെണ്ണിന്റെ പുറകെ. ആശുപത്രിയിൽ എത്തിക്കേണ്ട കേസ്. വണ്ടി റെഡിയല്ലേ? ഓ വണ്ടിയൊക്കെ റെഡിയാണോ? ആ അവിടെ നിർത്തിയിട്ടത്. കേറ്റ വിട്ടുന്ന വടിയും കുന്തൊക്കെ ആയിട്ട് ഈ പണ്ടാറങ്ങളെ എവിടേക്കാവോ പിടിച്ചേ? ഒളിക്കേണ്ട വൈദ്യരായരെ ഞങ്ങള് കണ്ടു. നാട്ടിൽ ഒരു കാര്യത്തിനും നിങ്ങളെ കിട്ടില്ല എന്ന് വെച്ചാല് ഞാൻ ഈ ആടലോടകത്തിന്റെ വേര് തപ്പി ഇറങ്ങിയതാ. ആ ആടലോട് നടുറോഡിലാണ് ഉണ്ടാവുക. അല്ല, നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണാവോ? ഇന്ന് പാർട്ടിയുടെ ബന്ധോ ഹർത്താലോ വല്ലതുണ്ടോ? നാട്ടിലൊരു പേനായി ഇറങ്ങിയിട്ട് 3-4 ആളെ കടിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങൾ എവിടുത്തെ വൈദ്യരാ നായരെ? ഡാ അവിടുത്തെ ഇതെന്താ ആളെ കളിപ്പിക്ക? അതെ, നായെ കൊല്ലാൻ സഹായം തേടി പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങള്. SI ഒന്ന് കാണണം. ആര്? ഗബ്ബാറ? നായെ പിടിക്കാനാ? മര്യാദയ്ക്ക് ഒരു കള്ളനെ പിടിക്കാൻ കഴിവില്ലാത്തവനാണ് നായെ പിടിക്കാൻ പോണത്. നിങ്ങൾ ഇന്ന് സമയം കളയാതെ ആ പട്ടാളക്കാരെ സഹായം തേട്. അത് ശരിയാ. അവരാണെങ്കിൽ മേലിറങ്ങാൻ ഒരു പണിയും കിട്ടാതിരിക്കുക. പക്ഷെ ഈ പട്ടിപ്പിടുത്തത്തിനൊക്കെ അവരെ ഇറങ്ങണാവോ? അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. വായിച്ചിട്ടില്ലേ പട്ടാളം സേവനമായിട്ട് റോഡ് വെട്ടി പാലം പണിതുന്നൊക്കെ? അപ്പൊ പിന്നെ ഇവിടെ ഒരു പട്ടിപ്പിടുത്തായിക്കോട്ടോ. വായി നോക്കി കണ്ടു വാടേ. ഇവിടെ ഇരുന്ന് കളിച്ചാലും കേൾക്കാൻ സംഗീതം. ഇത്രയൊക്കെ വിസ്തരിച്ച് എഴുതല്ലേ? അവൾ കയറും പൊട്ടിച്ചിങ്ങോട്ട് പോരും. ഒന്ന് പോടാ. തമാശ കളിക്കില്ലേ? പഞ്ചാര കുന്നത്ത് നട്ട പച്ചക്കരിമ്പേ വേണ്ട. ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നീ ഒരു AK-47 ആയി. അത് വായിക്കരുത്. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു മതി, ഇനി ഞാൻ നോക്കട്ടെ. ഇപ്പൊ തരാടേ. ഇത് വലിയ ശല്യം. എന്താ ഇത്? വല്ല നുഴഞ്ഞ കയറ്റക്കാരും വരുന്നുണ്ടോ നോക്കിയാണ് സാർ. My God. മാരകായുധങ്ങളായിട്ട് സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. Come on, get alert. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്റിനകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ. കുഴപ്പാവോ? ഏയ്, എന്റെ തോക്കിൽ ഉണ്ടുണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യം പറയണ്. എന്നാ തുറക്കല്ലേ? തുറക്കടോ, തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? എവിടെ ഇതിലെങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങി പോയല്ലോ അമ്പർത്തെ തങ്ങളെ. നോക്ക് നാട്ടു മോനെ എങ്ങേക്കൂല്ലേ വാപ്പി അമ്മ. ഞാൻ കഴിച്ച് പോകുമ്പോട്ട് പോന്നേ. അല്ലോ ഇന്റെ കഥ കഴിഞ്ഞതല്ലേ. അല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പിന്നിലെ? പറയേ. സാറുമാരെ, നമ്മൾ ബോംബ് വെക്കാനും കൊല്ലാനൊന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പറ്റ് ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ഓക്കെ, രക്ഷപ്പെട്ടു. ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അതും ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ. അത് മാറുകായുധങ്ങളൊന്നും അല്ല സാറേ. പട്ടിനെ കണ്ടാ തച്ചൊല്ലാനുള്ള മരക്കഷ്ണങ്ങളാ. ശരി, ഏതായാലും ഈ ദൗത്യം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല.
നീ എന്താ കളിക്കുക? കാഴ്ച കാണാൻ തോക്കിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പൊ വെടികൊണ്ട് ചത്തേനെ. ഒരു ഹ്യൂമൻ എനിമിയെ നേരിടുന്ന അത്ര ഈസി അല്ല ഒരു അനിമൽ എനിമിയെ നേരിടുന്നത്. ഓരോ സ്റ്റെപ്പും ഓരോ സെക്കൻഡും അലർട്ടായിരിക്കണം. എന്റെ അമ്മേ, എന്റെ പശു പോയി.